ഒടുവിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. എന്താ തോന്നുന്നത്? ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല. കിട്ടിയതിൽ സമാധാനമുണ്ട്. കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ്. കിട്ടണം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 7 ദിവസമായി. ഇത് ഏതായാലും കിട്ടിയല്ലോ. ഒന്ന് കുറേ ആളിനെ വിമർശിച്ചിനും ഓല് കാണട്ടെ ഇതിൻ്റെ ഉള്ളിൽ ചന്ദനുണ്ടോ, ഓനെ കൊണ്ടുപോയി എവിടെ കൊന്നോ ഒക്കെ നോക്കട്ടെ. എന്നിട്ട് കുറേ ചാനലുകാരുണ്ട്, ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ. നമ്മൾ ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അത് ആദ്യ ദിവസം തൊട്ട് മനാഫ് ഇവിടെ ഉണ്ട്. പല പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലായി നമ്മൾ പല ഘട്ടങ്ങൾ തിരച്ചു നിർത്തിയൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പല ഘട്ടങ്ങൾ അങ്ങനെ വൈകാരികമായി പോയിട്ടുണ്ട്. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത്. എത്ര ആളിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി, പിന്തിരിയൂല. അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടതല്ല. ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് കൊടുക്കുക, പരിഹസിക്കരുത്. എനിക്കതാ പറയാനുള്ളത്. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര അനുഭവിച്ച് ഇതിൻ്റെ പിന്നിൽ പണം പോയി പോട്ടെ, പക്ഷെ എന്താ പറഞ്ഞാൽ മനസ്സ് മടുത്തോയാൽ പോവും. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. നമുക്കൊരു സമാധാനം തരുന്ന വാർത്തയല്ല, പക്ഷേ ആ ചോദ്യത്തിനൊരു ഉത്തരമായി അല്ലേ? ഓൻ്റെ വീട്ടിൽ ഓൻ്റെ മോൻക്ക്, ഓൻ്റെ ഭാര്യക്ക്, അച്ഛന്, അമ്മക്ക്, എല്ലാവർക്കും, പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഓർക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ഓൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ്. പിന്നെ അതുമാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം. നമ്മൾ വിട്ടു കൊടുക്കുന്ന കൂട്ടത്തിലുള്ള അല്ല എന്നുള്ളത്, വിടൂല എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ. കാരണം ആ വീട്ടിലേക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ പോയത്. പക്ഷേ കേരളം മൊത്തം ഓരോ കൂടെ നിന്ന് കൊടുക്കി, അത്ര എനിക്ക് പറയുള്ളൂ. എന്തായാലും മനാഫ് ഉൾപ്പെടെ വളരെ വൈകാരികമായിട്ടാണ് ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നത്. അതായത് ഒരു 2 മാസത്തിലേറെയുള്ള കാത്തിരിപ്പാണ്. അതിനെ നമ്മൾ തേടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരം ലഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ. അതിനാണ് മുഖ്യ പരിഗണന. മനാഫിന്റെ വാക്കുകൾ അങ്ങേയറ്റം ഹൃദയസ്പർശിയാണ്. കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളുടെ ഒരു സുഹൃത്ത് എന്ന പോലെ മനാഫിനെ ഇപ്പോൾ മലയാളികൾക്കൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഈ ശിരൂർ ദൗത്യം തുടങ്ങിയത് മുതൽ മനാഫും ജിതിനും നമ്മളുടെ ഈ ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ എപ്പോഴുമുണ്ട്. എല്ലാ വിവരങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ വൈകാരികമായ അവരുടെ ഒരു സമീപനം ഈ വിഷയത്തോടുള്ളൂ. ഇപ്പോൾ മനാഫ് പറയുന്ന ആദ്യത്തെ വാക്ക് തന്നെ എന്താണ്? ഒട്ടും സന്തോഷമില്ല, പക്ഷേ സമാധാനമുള്ള ഒരു വിവരമാണ്. അതായത് എന്തു സംഭവിച്ചു അർജുന് എന്ന ചോദ്യത്തിന് കിട്ടുന്ന ഒരു ഉത്തരമാണ്. അത് നൽകുന്ന സമാധാനം ചെറുതല്ല. കാരണം അർജുൻ പോയി, പക്ഷേ അർജുൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി, ഭാര്യ, കുട്ടി, പിന്നെ അർജുൻ്റെ മറ്റു ബന്ധുക്കൾ, അപ്പോൾ ഇവരൊക്കെ കാണാതായ ഒരാളെ തേടിയുള്ള അവരുടെ ജീവിതം അതങ്ങനെ ജീവിച്ചു തീർക്കണം അവർക്ക്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ഉത്തരം കിട്ടുകയാണ് എന്നത് മനാഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനാഫിനെ കുറ്റപ്പെടുത്തുന്ന ചില വീഡിയോകളൊക്കെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടു. അതൊക്കെ അതൊക്കെ പോട്ടെ. അയാളുടെ ഒരു പോരാട്ട വീര്യം, അയാളുടെ ഒരു പ്രയത്നം, കഠിനാധ്വാനം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ അത് കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വാഹന ഉടമ എന്നതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിലെ ഒരു ആളെന്ന നിലയിൽ മനാഫ് ഈ ദിവസങ്ങളിലൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് ഈ നിമിഷമെങ്കിലും നമ്മളത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത്രയും ചില ഈ ഘട്ടത്തിൽ പറയേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്.